പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ പേര് ഗീത. എറണാകുളം ജില്ലയിലെ അമ്പലമേട് നിന്ന് വരുന്നു. 2023 ജൂൺ 29 തീയതിയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇപ്പോഴും ഉടമ്പടിയിൽ നടക്കുന്നു. എൻ്റെ ഉടമ്പടി എടുത്ത 6 നിയോഗങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടതിൽ 5 എണ്ണവും സാധിച്ച് 54-ാമത്തെ ദിവസം ഞാനിവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ എൻ്റെ 1-ാമത്തെ നിയോഗം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മകനുണ്ടായിരുന്നു. 25-ാമത്തെ വയസ്സിൽ IIT-യിൽ M.Tech-ന് അഡ്മിഷൻ എടുത്തിരുന്ന സമയത്ത് ദൈവം അവനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ വല്ലാതെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം എനിക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അത്രയും ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഞ്ഞില്ലാതെ പറ്റില്ല എന്നായിരുന്നു. കുഞ്ഞിന് വേണ്ടി ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തു. IVF-കൾ 5-6 എണ്ണം ചെയ്തു. ഒന്നും നടന്നില്ല. എല്ലാം കഴിഞ്ഞ് ആകെ നിരാശരായി. ഇനി എന്ത് എന്ന് ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യൂട്യൂബ് വഴി, ഞാനങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല, സ്കൂളിലൊരു അധ്യാപികയാണ്. അപ്പോൾ അതിന് മാത്രമാണ് ഞാൻ എന്തെങ്കിലും കാരണത്താൽ ഫോൺ എടുക്കാറ്. അല്ലാതെ അങ്ങനെ യൂട്യൂബൊന്നും കണ്ടിരിക്കുന്ന ആളല്ല. പക്ഷേ അന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ യാദൃശ്ചികമായി ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. അച്ഛൻ്റെ പ്രസംഗവും കൂടെ കേട്ടപ്പോൾ കൃപാസനത്തിൽ വരണം എന്നെനിക്ക് തോന്നി. ഞാനിവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 84-ാമത്തെ ദിവസം ഞാൻ പോസിറ്റീവായി. ഇപ്പോഴെനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിന് പകരം മാതാവ് എനിക്ക് 2 കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞാനിവിടെ വന്നപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാനിവിടെ വന്നു. അപ്പോൾ സാക്ഷ്യക്കൂട്ടിലിരിക്കുന്ന ഉടമ്പടി എഴുതിക്കുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇപ്പോഴൊന്നും ആ സമയമായിട്ടില്ല, കർത്താവ് കുറച്ചുകൂടെ വെളിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. അതാണ് കർത്താവ് വെളിപ്പെടുത്തിയതാണ് ഇപ്പോഴെൻ്റെ കയ്യിലിരിക്കുന്നത്. അവർ പ്രസവിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ പോകുമ്പോഴെനിക്ക് നന്നായി ബ്ലീഡിങ് ആയി. കാരണം എൻ്റെ വീട് എറണാകുളത്ത് നിന്നും അമ്പലമേട് വരെ പോകണം, ഒത്തിരി ദൂരമുണ്ട്. എങ്കിലും അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹവും കൊണ്ട് എനിക്ക് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന്, എൻ്റെ പ്രായം മറന്ന് ഞാനിവിടെ ഓടിയെത്തുകയായിരുന്നു. കാരണം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, നിങ്ങളുടെ യൂട്രസ് ചെറുതാണ്, നിങ്ങൾക്ക് ഇത്രയും പ്രായമായി,